അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മിൽക്ക് ബർഫിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇതിലേക്കായിട്ട് മെയിനായിട്ട് ചേർത്തിട്ടുള്ളത് മൈദയാണ്. അപ്പോൾ മൈദയൊക്കെ എല്ലാവരുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കായിട്ട് ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 1/4 കപ്പ് പാൽപ്പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഗീ എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 കപ്പ് വെള്ളം, കുറച്ച് ഏലക്കാപ്പൊടി. ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കൊരു ചൂട് കാട്ടിയുള്ളൊരു പാത്രം ഗ്യാസിലോട്ടേക്കൊന്ന് വെച്ചുകൊടുക്കാം. അപ്പോൾ പാത്രം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഗീ ഒന്ന് ചേർത്തെടുക്കാം. അപ്പോൾ ഗീയുടെ അളവ് കുറയാതെ ശ്രദ്ധിക്കുക, കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറയാതെ ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ മാറുന്നവരെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ടേക്കൊന്ന് മാറ്റാം. ഇനി സെയിം പാനിലോട്ടേക്ക് തന്നെ ഒരു കപ്പ് പഞ്ചസാരയും അതുപോലെ ഒരു 1/2 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഒരു നൂൽപ്പാവ് പാകത്തിലൊന്ന് ആക്കിയെടുക്കാം. പിന്നെ നല്ലപോലെ ഒന്ന് തിളക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടോ നോക്കാം. ഇതുപോലെ ഒരു നൂൽപ്പാവ് പാകത്തിലാവുമ്പം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ആ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കട്ടിയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടിയും അതുപോലെ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകമാവുന്നവരെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രം ഒന്ന് നെയ്യ് തടവിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് ഇത് നേരെ നമ്മൾ നെയ്യൊന്ന് തടി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിന് മുകളിൽ കുറച്ച് പിസ്തയും അതുപോലെ ബദാമും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് സെറ്റായി വന്നോളും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്തുനിന്ന് തന്നെ നല്ലപോലെ ഒന്ന് സെറ്റായി വന്നോളും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബർഫിയാണിത്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഇതൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്